ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു മീൻപിടുത്ത വീഡിയോ ആയിട്ടാണ് വന്നത്. ഇതിന് മുന്നേ ഞാനൊരു മീൻപിടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ, ഇതിൻ്റെ പാർട്ട് 1. അപ്പം പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതാട്ടോ, നമ്മൾ ബാണാസുര ഡാമിലാട്ടോ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ വലിയൊരു വല ഇട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീശുന്ന വലയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ അവിടെ വെള്ളത്തിലിട്ട വലയാട്ടോ. ഒരു വലിയ മീൻ കുടുങ്ങിയിരുന്നു. അപ്പം അതിന് വലിച്ച് നോക്കി കണ്ടായിരുന്നു. അപ്പം വലിക്കാൻ നോക്കിയ സമയത്ത് അവിടെ ഒരു കമ്പുണ്ടായിരുന്നു. അപ്പം ആ കമ്പിൽ കുടുങ്ങിയിട്ട് വല കീറിപ്പോയേ. ഇനി അത് പറ്റുമോ, യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഒന്ന് എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ ഇനി തുന്നാൻ പറ്റുമോ അതോ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയുള്ളൂ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും മീൻ പിടിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു മെത്തേഡ് മാത്രമല്ല, നമ്മൾ വേറെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ പരൽമീനെ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിനി പരൽമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അതിനുള്ള ഒരു എന്താട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് തുണിയും കൊണ്ട് കെട്ടിയിട്ട് നടുക്ക് സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ തീറ്റ അതിനകത്ത് മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മൾ പരൽമീൻ പിടിക്കാൻ പോകുന്നത്. പരൽമീൻ പിടിക്കണമെങ്കിൽ ഈ തീറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിണ്ണാക്കാണ് നമ്മൾ തീറ്റയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിണ്ണാക്ക് നല്ലോണം പൊടിച്ചിട്ട് ആ തരി ആക്കിയിട്ട് വന്നിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരൽമീൻ വന്നിട്ട് ആ തീറ്റ തിന്നുമ്പം അത് ഹോളിൻ്റെ ഉള്ളിലേക്കും കൂടെ കയറിക്കോളും. അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് വന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ചൂണ്ട മെത്തേഡ് കേട്ടോ. അപ്പോൾ ചൂണ്ടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാട്ടോ, മൈദയും പിന്നെ ഫുഡ് കളറും കൂടെ ചേർത്തിട്ടാണ്. തീറ്റേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് നമ്മൾ ഫുഡ് കളറും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഫുഡ് കളർ ഉണ്ടെങ്കിൽ വല്ല മീനിനെ കൂടുതൽ അട്രാക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്, അതിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ടും നമ്മളുടെ ഈ പാത്രത്തിൻ്റെ മെത്തേഡാണ് നമുക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത്. ചൂണ്ട യൂസ് ചെയ്തത് നമുക്ക് ചൂണ്ടയിൽ ഒരു മീൻ പോലും കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പരൽമീൻ ഒറ്റയ്ക്കൊന്നല്ല വരിക, കൂട്ടത്തോടെ വന്നിട്ടാണ് തീറ്റ കൊത്തുക. അപ്പം കൊത്തുന്ന സമയത്ത് ചുറ്റോളം വന്ന് കൊത്തുന്ന സമയത്ത് തീറ്റ അന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും അവിടെ അങ്ങനെ നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് പോകും. അങ്ങനെ നമ്മളെ ചൂണ്ടേൻ്റെ കൊണ്ടുള്ള ഉപയോഗം ഇല്ലാതായിരിക്കുന്നു. നമുക്കിനി ഈ പരൽമീൻ പിടിക്കാൻ ഇതാട്ടോ. പിന്നെ ഇതൊക്കെ കുറേ തോണികളൊക്കെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. അങ്ങ് സ്ഥലം കാണുന്നില്ലേ, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. പരലിനെ തന്നെ പിടിക്കുന്നത് കേട്ടോ. രാത്രി കാലങ്ങളിലാണ് ഇവർ തോണിയിലൊക്കെ വന്നിട്ട് വല വീശിയിട്ട് വലിയ വലിയ മീനെ പിടിച്ചിട്ട് പോകുന്നത്. ഇപ്പം നമുക്ക് വലിയ മീനെ പിടിക്കാൻ നമ്മൾ വേറെ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പരൽ മീനിനെ ഏകദേശം പിടിച്ചിട്ട് പോകുന്നത് കണ്ടോ. ഒരുപാട് പരൽ വന്നിട്ട് അതിൽ തീറ്റ കൊത്തുന്ന കണ്ടില്ലേ. ഞാൻ പോയി എടുത്തിട്ടോ. നമുക്ക് ഏകദേശം പരൽമീനൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പോയിട്ടൊന്നും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം പരൽമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ മീൻ പിടിക്കാൻ വരുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ടേ. ഞാൻ മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് വേഗം നമുക്ക് പോവാം മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഏട്ടനെയും കൂട്ടി വന്നതാട്ടോ. വെള്ളത്തിന്റെ കട്ടിയാണോന്ന് അറിയില്ല. അയ്യോ, അത് പോവും. ഇതാട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാവേ. ഇതാട്ടോ പരൽമീൻ. ഇതിന് മുന്നേ നമ്മൾ പിടിച്ചത് ഈ ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. ഇതാ ഓപ്പൺ ആക്കാൻ പോവുകയാണേ. പരൽമീൻ ഏകദേശം അത്ര വലിപ്പം തന്നെ ഉള്ളൂ കേട്ടോ, ഓവർ വലിപ്പമൊന്നും ആവില്ല. ഞാൻ നേരത്തെ കാണിച്ച ഇത്ര സൈസ് തന്നെ ഉള്ളൂ കേട്ടോ. ഈ പാത്രത്തിൽ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം കേട്ടോ. ഓപ്പൺ ആക്കുവാണേ. ഈ സംഭവം വേഗം തുള്ളി പോകും, അതുകൊണ്ടാണ് കുറച്ചും കൂടെ നമ്മൾ മേലേക്ക് കയറി വന്നിട്ട് അത് ഓപ്പൺ ആക്കി നോക്കുന്നത്. ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച് അത്രയും കയറില്ലാന്ന്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇത്രയും കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മുകളിൽ കൂടെ കളിക്കും, നമ്മൾ ഏക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ലെന്നേ. പക്ഷെ ഇതാണ് നമ്മൾ ഒരു ചൂണ്ടിട്ടിട്ട് ഒരു മീനിനെ പിടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം ഇതിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ഒരുപാട് മീൻ കയറുവേ. അപ്പം നമുക്കിത് 2-3 തവണ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കറിക്ക് 2 കറിക്ക് ആവശ്യത്തിനുള്ള മീനും ഏകദേശം കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രം ഒന്നല്ല വെച്ചത്, നമ്മൾ ഒരുപാട് പാത്രം അവിടെ വെച്ചിട്ടുണ്ട്.
അതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ട്രിപ്പിന് തന്നെ നമ്മൾ 4-5 പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് പരൽ മീൻ കിട്ടാവുന്നതുള്ളൂ കേട്ടോ. ഇതാ കുറച്ച് കഴിയുമ്പോൾ ഇതാ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. ചേച്ചി അമ്മയും കുഞ്ഞൊക്കെ അത് വരുന്നുണ്ട്. കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നത്. അത് അവരൊക്കെ അത് വന്നിട്ടോ. വാമിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഇറങ്ങണം, കളിക്കണം. ഒന്നാമത് നമുക്ക് മുറ്റത്ത് ഇറങ്ങുന്നതിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ ഡാമിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇറക്കിയപ്പോഴത്തേക്കും അവൾക്ക് വെള്ളത്തിൽ പോകണം. അതേപോലെ അച്ഛൻ മീൻ പിടിക്കാൻ പോകുന്ന പോലെ മീനിട്ട് എന്താ പിടിക്കണം. മീൻ എന്ന് വെച്ചാൽ ജീവനാണ്. മീൻ നന്നിട്ട് കിടന്ന് എന്താ കരയും പെണ്ണ്. മീനൊരു പേടിയില്ല, പിടിക്കാൻ വന്നാട്ടോ. കൊടുത്തില്ല, കാരണം ഭയങ്കര സ്മെല്ലുണ്ട്. അത്ര സ്മെല്ലില്ലെങ്കിലും ചെറിയൊരു സ്മെല്ല്, മീനിൻ്റെ സ്മെല്ലില്ലേ, കുഞ്ഞുങ്ങൾക്ക് മണക്കില്ല, അതുകൊണ്ട് കൊടുത്തില്ല കേട്ടോ. നമ്മൾ വെച്ച ഓരോ പാത്രവും നമ്മൾ എടുത്ത് നോക്കുക കേട്ടോ, എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് അടുത്ത പാത്രം കൂടി എടുത്ത് നോക്കുവാണേ. ഇതിൽ എത്ര മീനുണ്ടെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടുമോ നോക്കാം. ഒന്നും കൂടെ വെച്ചാൽ കയറിയുള്ളൂ അല്ലേ? നോക്കാമല്ലോ. അങ്ങോട്ട് വെള്ളത്തിൽ പോകും, കുറച്ച് ഇങ്ങോട്ട് നോക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒരു കുപ്പി കൊണ്ടുവിടും. ജീവനോടില്ലല്ലേ? അല്ലടാ പോണം. കേറിയോ? ആ അതിൽ കേറിട്ടോ. രണ്ടാമത്തെ ട്രിപ്പാ. ആ താഴേക്ക് വരുന്നു. നമ്മളെല്ലാ മീനും കവറിനകത്ത് ഇടുക കേട്ടോ. ഏകദേശം 2-3 ട്രിപ്പ് നമ്മൾ പിടിച്ച് കഴിഞ്ഞു മീൻ. അപ്പോൾ എല്ലാം നമ്മൾ കവറിനകത്ത് ഇടുക. എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അതാണ് എല്ലാവരും കോട്ടൊക്കെ ഇട്ടത്. ചെറിയ ചാറ്റിലേ ഉള്ളൂ. എന്നിട്ട് ഇതാ വാമിക്കുട്ടിക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ അവളെ ആരും അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അവളെ പുറകെ ഇപ്പോൾ എല്ലാവരും പോകുന്നുട്ടോ. മീനിനെ ആരും മൈൻഡ് വെക്കുന്നില്ല. ഇപ്പം ഞാനേ ഉള്ളൂ മീനെ മൈൻഡ് വെക്കാൻ. ഇതാ നമ്മൾ കവറിലിടുക കേട്ടോ. ചാടി ചാടി പോകുന്നതുകൊണ്ട് ഭയങ്കര തുള്ളി പോവാം എല്ലാം. അതുകൊണ്ട് ഭയങ്കര എന്താ സൂക്ഷിച്ചും കണ്ടും ഇതിനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കും. കവറിൽ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഇനി തിരിച്ച് വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ എന്താ വേഗം പെട്ടെന്ന് നിർത്തി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ വീടുള്ളവരാണെങ്കിൽ അവർ ഫുൾ മീനെ പിടിച്ചിട്ടേ പോകുള്ളൂ. കുറേ പേര് വിൽക്കും, കടയിൽ കൊണ്ടുപോയിട്ട്. എന്നിട്ട് നമ്മളിത് മൊത്തം പിടിച്ചു കേട്ടോ. നമ്മളിന്ന് എല്ലാം കവറിലിട്ടിട്ട് ഏകദേശം പോവാൻ നോക്കുവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം മീൻ പിടിച്ചിട്ടുണ്ടെന്ന് ലാസ്റ്റ്. ഇതാണ് തീറ്റ. ഇത് അടിപൊളി തീറ്റ കേട്ടോ. എനിക്ക് ഈ മെത്തേഡ് ഒരുപാട് ഇഷ്ടമായി. കാരണം ചൂണ്ടേനെക്കാട്ടി എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ വാമിക്കുട്ടി വന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലൊന്നും അവളെ ഇറക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് ഭയങ്കര പൂതിയ വെള്ളത്തിലൊന്നും ഇറങ്ങണേ. ഒറ്റയ്ക്കെന്നല്ല, നമ്മളെല്ലാവരും കൂടെ നോക്കിയിട്ടാണ് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയത് കേട്ടോ. പോലെ അവളും ഒരു വടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കുവാണ് വല്ല മീനും കിട്ടുമോന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിത് ഇത്രയും മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് കാണിച്ചിട്ടുണ്ട്. മീൻ നമ്മൾ എത്ര കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത്